പ്രശാന്ത്, ഈ CJP സമരത്തെ തുടർന്ന് പല ക്രിമിനലുകളും അകത്തായി തീർന്നിരിക്കുകയാണ്. മറ്റു ചിലരൊക്കെ തലപൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, ചില കാര്യങ്ങൾ അപഖ്യാതികൾ വിളിച്ചു പറയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളുമായിട്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് ഈ കേരളത്തിൽ നിന്നുള്ള ഒരു ഷബീന ബീബി. ഇപ്പോൾ അകത്താകാൻ പോകുന്ന സകല ലക്ഷണങ്ങളുമാണ് കാണിച്ചിരിക്കുന്നത്. അല്ലേ, ഈ നരേന്ദ്രമോദിക്കെതിരെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ലോകത്തെ ഇപ്പോൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 140 മില്യൺ ആൾക്കാർ. ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള ആൾ. 5 നേതാക്കന്മാരിൽ ഒരാൾ. ഏതാണ്ട് 35ഓളം രാജ്യങ്ങളിൽ നിന്ന് ആ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി മേടിച്ചിട്ടുള്ള ആൾ. അത് ലോകം മൊത്തം അംഗീകരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ആരാധനയായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയെ CJP സമരത്തിൻ്റെ കാര്യം അവിടെ തിരക്കിയാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നഗ്ന ഫോട്ടോ, അല്ലെങ്കിൽ ഫോട്ടോ അല്ല, തല വെച്ചിട്ട് നഗ്ന ശരീരം കാണിച്ചിട്ട് ആ ശരീരത്തെ ഭോഗിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ അതേ രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ എല്ലാം തലയും പാലും നരേന്ദ്രമോദി ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെ ആയിരുന്നു. അത്രയ്ക്ക് നല്ല ഒരു മാതൃകാപരമായിട്ടുള്ള സമരമായിരുന്നു അവിടെ. ആ സമരത്തെയാണ് ഇവിടെ ന്യായീകരിക്കുന്നത്. അപ്പം ഈ സമരം വിജയിക്കുന്ന ഒരു ഘട്ടമായെന്ന് തോന്നിയപ്പോഴാണ് ഇവിടുന്ന് നമ്മൾ ഇതിപ്പോൾ ദിവസവും നമുക്ക് നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസ് പറയുകയും അത് കാണിക്കുകയാണ് നമ്മുടെ ചാനലിലെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. അതുപോലെ ആൾക്കാർ ചീത്ത വിളിക്കുക. അപ്പോൾ ഇപ്പോൾ സമരക്കാരുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഭരണം ജൻസി കലാപത്തിൽ കൂടി വരാൻ പോവുകയില്ലേ. അപ്പോൾ പിന്നെ ഉള്ള കൂറയും പാറ്റയും മറ്റതും മറിച്ചതും എല്ലാം വെളി വന്നു. ആദ്യമേ നമ്മൾ രഞ്ജിനി ഹരിദാസിൻ്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ജാൻമണി എന്ന് പറഞ്ഞ് അവിടുന്ന് ആസാമിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ കള്ള ട്രെയിനും കയറി ഇവിടെ വന്നിട്ട് ആരണ്ടൊക്കെ ആർട്ടിസ്റ്റുകളെ വിളിച്ചുകൊണ്ട് പോയി ഇവർക്ക് മുണ്ടുടുപ്പിക്കാനും കമ്മലിയിക്കാനും അല്ലെ ലിപ്സ്റ്റിക്ക് തേക്കാനും ഒക്കെ അറിയാവുന്ന കണ്ട് ഈ ആളുടെ ഇവരുടെ കൂടെ പോയി, സിനിമാ നടിമാരുടെ കൂടെ പോയി. സിനിമാ നടിമാർ ഇത്ര ഈ സൈസ് ഈ ട്രാൻസ്ജെൻഡർമാരെ കൊണ്ട് നടന്നാൽ നല്ലതാണെന്ന് പറയും, അല്ലെങ്കിൽ ഭാഗ്യമാണെന്ന് പറയും. അതുകൊണ്ട് ഇവളെ കൂടെ കൊണ്ട് നടത്തി, അല്ലെങ്കിൽ ഇവളങ്ങ് വലിയ കാശുകാരിയായി. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നരേന്ദ്രമോദിയെ ചീത്ത വിളിയാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിച്ചത് 1978 1947 പുള്ളി 47 മരിച്ചു. 50 ഇദ്ദേഹം ഉണ്ടായി. നരേന്ദ്രമോദി അപ്പോൾ തന്തയ്ക്ക് പറക്കാത്തവനോ, നരേന്ദ്രമോദിയുടെ അമ്മ മോശക്കാരിയായിട്ടാണെന്നല്ല ഭർത്താവ് മരിച്ചു കഴിച്ചിട്ട് പിള്ളേരുണ്ടാകും. ഇതേ രീതിയിലൊക്കെ അതുപോലെ തമ്പാക്ക് വെക്കുന്ന ആളാണ് ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്ന് ഇവള് പിന്നെ ഷഫീന ബീബി, ഇവളങ്ങ് ഒരു വികലാംഗ സ്ത്രീ, ഇവിടെ അടക്കം കണ്ടല്ലേ. ഇവിടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചീത്ത വിളിക്കുക. കഴിഞ്ഞ ദിവസം കണ്ടായിരുന്ന മഞ്ജു പിള്ളയുടെ ഒരു മോളെ ചീത്ത വിളിക്കുന്ന വിഷയം വലിയ വിവാദമായതാണ്. അന്ന് ഈ രഞ്ജിനി ഹരിദാസും പിന്നെ ഭാഗ്യലക്ഷ്മിയൊക്കെ ഉണ്ടല്ലോ, അവരാന്നല്ല ഈ വിപ്ലവം ഉണ്ടാക്കുന്നത്. ഇവളുമാരിട്ട് കയറി ഏറ്റുമുട്ടി. കാരണം എല്ലാം ഒരേ കാറ്റഗറി വരുന്നതായതുകൊണ്ട് ഏറ്റുമുട്ടി. അപ്പോൾ രഞ്ജിനി ഹരിദാസ് പറഞ്ഞെന്നാണ് പറയുന്നത്, എനിക്ക് ഈ കൊല്ലാനുള്ള ലൈസൻസ് എന്തെങ്കിലും കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ആദ്യമേ കൊല്ലുന്ന എവളെ ആയിരിക്കും. അതുപോലെ വേറൊരു പെണ്ണുണ്ട്, ഇപ്പോൾ അവ ക്യാൻസർ എങ്ങാണ്ട് പിടിച്ച് കിടക്കുവാന്ന് തോന്നുന്നു യൂട്യൂബിലൊക്കെ, അല്ലെങ്കിൽ ഈ നടിയ ഒരു ആർട്ടിസ്റ്റിന്റെ ഭാര്യ, അവിടെ പേരെന്തുവാന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്തുവാ രേണു സ്തുതി. അവളും ഇവളുമായിട്ട് പിന്നെ ഇതുമെല്ലാം ഒരേതാണ്. അവരും ഇതുമായിട്ട് ഇതായി. പിന്നെ അതുപോലെ ജാമിത ടീച്ചർ എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ടല്ലോ നമ്മുടെ ഈ ആൻറ്റി മുസ്ലിം, അവരുടെ വീട്ടിലെങ്ങാണ്ട് കയറി ചെന്ന് അവളെ തട്ടുവന്നോ കൊല്ലുവന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പേര് പരാതിയുണ്ട്. അപ്പം ഇവള് ഈ പറയുന്ന സ്ത്രീ നരേന്ദ്രമോദിയെ വിളിക്കുന്ന ചീത്ത കേട്ടാൽ അത് നമുക്കൊന്ന് കേൾപ്പിച്ചിട്ട് ബാക്കി പറയാം. അവനെ പോലെ ഒരു ലോകത്തില്ല. അവനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് കിടക്കുന്നവരാ, തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ, സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവനാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നത്. അവനെ പോലെ ഒരു ലോകം കണ്ട ഏറ്റവും കണ്ട ഫ്രോഡാണ് മോദി. അങ്ങനെയൊക്കെ തോന്നൂടെ? അങ്ങനെയൊക്കെ തോന്നൂടെ? അല്ല, അത് കൊള്ളണോടെ? അത് കൊള്ളണ്ടേ? ഞങ്ങളൊക്കെ ഒരു തന്തയൊക്കെ ഉള്ളവരാണ്. തന്ത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ പിണങ്ങിയൊക്കെ പോയായിരിക്കും. പക്ഷെ പല തന്തയ്ക്കുണ്ടാക്കിയ 6 കുട്ടികളാണ് അവനെ ഊക്കിക്കൊണ്ട് കിടക്കുന്നത്. തള്ളയാലും കുഴപ്പമില്ല, മോദിയാണ് എന്റെ തന്തയെന്ന് പറയുന്നവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അതെങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്നു. ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുപ്രീം കോടതി കൊള്ളത്തില്ല. അവനവന്റെ മോദിയുടെ പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സുപ്രീം കോടതി കൊള്ളാം. നല്ല ഒന്നാം തരം എന്റെ കാര്യം പറയല്ലേ? അത് പറഞ്ഞ തത്തയ്ക്ക് വിളിക്കല്ലേ, ഞങ്ങൾ തിരിച്ചും പറയും. എന്റെ അടുത്ത് പറഞ്ഞ ആളുകളെ വെടിവെച്ചും കുത്തി കൊല്ലുന്ന പട്ടി അടുത്ത് ഈ ഏരിയയിൽ അങ്ങ് വന്നു വരുന്നു പറ. അവന്റെ ബാലാട്ടി പട്ടികൾ വന്നാൽ അവരെ ഇതേ അവസ്ഥ തന്നെയാണ്. തന്തയ്ക്ക് പറയും. നിങ്ങൾ അമ്മയെ കുത്തി കൊടുത്ത പലതന്തയ്ക്കുണ്ടായ
ഇങ്ങനെയൊക്കെ തോന്നൂടെ? ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറിനടേ. അപ്പം ഇത് എന്തോ തെറിയ സാറേ ഈ പറയുന്ന ഒരു സ്ത്രീ പറയുന്ന തെറിയാണ്. അതും നരേന്ദ്രമോദിയെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വളരെ മോശമായിട്ട്. അതായത് ഒരു ലേശമെങ്കിലും ഭയമുണ്ടെങ്കിൽ റോഡേ പോകുന്ന ഒരു സാധാരണക്കാരനെ പോലും ഒരാൾ ചീത്ത വിളിക്കത്തില്ലല്ലോ. ഇത് ഇന്ത്യയുടെ നരേന്ദ്രമോദി ഇങ്ങനെ ചീത്ത വിളിക്കണമെങ്കിൽ ഇതിന് ചോദിക്കാനും പറയാനും ആളില്ല, അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്ത് വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ആ രീതിയിലേക്കുള്ളൊരു കാര്യങ്ങൾ ഉണ്ടായിട്ടാണല്ലോ ഈ പറയുന്ന പോലെ ചീത്ത പറഞ്ഞത്. അല്ലെങ്കിൽ പറയത്തില്ല, ഇനി അവൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, അവനും കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ BJP-ക്കാരടുത്ത് നട്ടലുള്ള BJP-ക്കാരൻ കേരളത്തിലുണ്ടെങ്കിൽ ഈ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ഈ നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കത്തില്ല. ഇപ്പൊ ഇവിടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ജാൻമണി അത് പറഞ്ഞിട്ടില്ല, എനിക്ക് BJP ഇഷ്ടമല്ല, എനിക്ക് BJP ഇഷ്ടമല്ല, കേരളത്തിലെ BJP ഇഷ്ടമല്ലെന്ന് അവള് പറഞ്ഞേ. ഇവള് പറഞ്ഞേക്കുന്നത് ഞാൻ ഇവനെ ചീത്ത വിളിക്കും. അത് നമ്മൾ പറയത്തില്ല സാറേ, തന്തയ്ക്കും തള്ളയ്ക്കും. അതായത് ഇപ്പം സാറിൻ്റെ അടുത്തോരും എൻ്റെ അടുത്ത് ഒരാൾ മുഖത്ത് നോക്കി പറയുക, നീ മറ്റേ രീതിയിൽ പറയാൻ പറ്റത്തില്ല, കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതേ രീതിയിൽ ഉണ്ടായതാ. അപ്പോൾ ഇത് ചോദിക്കാൻ വരുന്നവന്മാർ ഈ രീതിയിൽ ഉണ്ടായവന്മാരായിരിക്കും എന്നാണ് അവൾ ഇതിനകത്ത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പം അതായത് ചോദിക്കാൻ വരണമെങ്കിൽ ദേശസ്നേഹമുള്ളവനും ഇന്ത്യയോട് സ്നേഹമുള്ളവനും പ്രധാനമന്ത്രിയോട് സ്നേഹമുള്ളവനും ഒക്കെ ആയിരിക്കണമല്ലോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം ചെല്ലേണ്ടത് അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നമുക്ക് രോഷം കൊല്ലുന്നുള്ള രോഷം കൊണ്ട് ചോദിക്കാൻ ചെല്ലണ BJP-ക്കാരനായിരിക്കണം. അപ്പോൾ BJP-ക്കാരൻ വന്നാലും അവനും തന്തയ്ക്കുണ്ടാവാത്തവനും മറ്റവനും മറിച്ചവനും, അതായത് ഇവന്റെ പുറകെ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ബഹുമാന്യനായ നരേന്ദ്രമോദിയെ ഈ പറയുന്ന ഇവന്റെ പുറകെ അവന് വക്കാലത്ത് പിടിച്ച് നടക്കുന്ന കൂട്ടവും അത്തരത്തിലുള്ളതായിരിക്കും. അപ്പൊ ഇവിടെ ഇടയ്ക്ക് വെച്ച് ഇവന്റെ ഒരു കാര്യം പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു തന്തയ്ക്ക് ഉണ്ടായുള്ള, പിന്നെ ഞങ്ങളുടെ തന്ത വീട്ടിൽ കാണത്തില്ലായിരിക്കും എന്ന് വെച്ചാൽ പിണങ്ങി പോയതോ വല്ലതും ആയിരിക്കും. അപ്പം ആ ഒരു കാര്യത്തിനകത്ത് അവൾ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവും. ഇതിനകത്ത് കേസെടുപ്പോ കാര്യങ്ങളോ നീങ്ങിയിട്ടുണ്ടോ സാറേ? ഇതിനെ എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ജാൻമണിയുടെ കാര്യം പറഞ്ഞു. ഈ ജാൻമണിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ സർവാംഗം കേസാന്നാ പറഞ്ഞത്. കേസെടുത്തിട്ടുണ്ടോ കാര്യങ്ങൾ? ഇങ്ങനെ കേസെടുക്കാനും ഒരു വട്ടം പറഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആരെങ്കിലും 10 പേരോടെ വീട്ടിൽ കയറിയാലേ, ഈ BJP എന്ന് പറഞ്ഞുകൊണ്ട് കയറിയാ, അല്ലെങ്കിൽ നരേന്ദ്രമോദി ചീത്ത വിളിക്കുകയും ചോദിച്ചുകൊണ്ട് കയറിയാ, പിന്നെ ചീത്ത വിളിക്കുക ഇവളും വിളിക്കത്തില്ല, ബാക്കി ആരും വിളിക്കത്തില്ല. VS സച്ചിദാനന്ദനെ ചീത്ത വിളിച്ച ഗണേഷ് കുമാർ എന്താ നിർത്തിയത്? ഞാൻ വേറെ കൊണ്ടുവരല്ല. VS-നെ ചീത്ത വിളിച്ച് വെള്ളാപ്പള്ളി നടേശൻ അത്രയൊന്നും വരത്തില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ എന്താ നിർത്തിയത്? നാട്ടുകാർ ചോദിക്കാനുണ്ടായിരുന്നു. അതുപോലെ പിണറായി വിജയൻ, അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ എത്ര കുഴപ്പമാണെങ്കിലും സാറേ ചീത്ത പറഞ്ഞോ? VS-ന്റെ അന്തയ്ക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. VS-ന് അല്ലെങ്കിൽ മറ്റു പണിയാണ് ആശയപരമായിട്ട് ചീത്ത പറഞ്ഞു. പിണറായി വിജയൻ കള്ളപ്പണം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് മോശമെന്ന് അത് പറ. ഇപ്പൊ VD സതീശൻ അതാണെങ്കിൽ അത് പറ. അല്ലെങ്കിൽ പിണറായി വിജയന്റെ അന്തയ്ക്കും VD സതീശന്റെ അന്തയ്ക്കും അല്ലെങ്കിൽ ഇതുപോലെ അതൊന്നും ശരിയായ നടപടിയല്ല. വ്യക്തിപരമായിട്ട് ആശയപിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് എതിർക്കാം, കുറ്റം പറയാം, എന്തും പറയാം, ആ സ്വാതന്ത്ര്യമുണ്ട്. ഇത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക. അതായത് ഞാനീ പറഞ്ഞത് കൃത്യമായിട്ട് ഇപ്പൊ ജാൻമണി എന്ന് പറഞ്ഞവളുണ്ടല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞ ഈ ജാൻമണി എന്ന് പറഞ്ഞവളുടെ പേരിലൊരു കേസ്, ഇവള് ആസാംകാരിയാ. ഹേമന്ത് ബിശ്വ ശർമ്മയുടെ അവിടെ ഒരു പരാതി കിട്ടാവോ? ഇവള് പിന്നെ ജയിലിടിഞ്ഞാൽ വെളി വരത്തില്ല. ഹിമന്ത് ബിശ്വ ശർമ്മക്കാരുടെ നാട്ടുകാരിയാണല്ലോ. ഇതുപോലെ പ്രധാനമന്ത്രിയെ ചീത്ത വിളിച്ച കേസാണ്. ഈ കേസിനകത്ത് ഇവക്കെതിരെ നടപടി എടുക്കണം. അയാൾ ഇവിടുന്ന് കൊടുത്താൽ മതി, അവിടുന്ന് പോലീസ് ഒന്ന് ഇവളെ കൊണ്ടുപോകും. പ്രധാനമന്ത്രി എന്തുവാന്നും നിയമം എന്തുവാന്നും ചീത്ത വിളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നും അവൾ അറിയാൻ പറ്റും. ഇവിടെ ഇവർക്ക് ഏതെങ്കിലും വക്കീലിനെ പിടിച്ചിട്ട് ഇവിടുത്തെ പ്രധാനമന്ത്രിയെ വിളിച്ചില്ലേ, അപ്പോൾ രമേശ് ചെന്നിത്തല വേണമെങ്കിൽ പറയും, പ്രധാനമന്ത്രിയെ വിളിച്ചവരെ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അല്ലെങ്കിൽ അതങ്ങ് കൈകാര്യം ചെയ്ത് വിട്ടേരെ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നതല്ലേ ഷബീന ബീബി എന്ന് പറഞ്ഞുള്ള അവസ്ഥ അത് തന്നെ ആയിരിക്കും. അവൾ അല്ലെങ്കിൽ ഇതേ രീതി വെല്ലുവിളിക്കത്തില്ല. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഈ ചാനലിൽ കൂടെ നാട്ടുകാരെ തെറി വിളിക്കുന്നത് അവിടെ പരിപാടി. അപ്പം നാട്ടുകാരെ തെറി വിളിക്കുന്നതിനകത്ത് ഇവിടെ സൈസും അല്ലെങ്കിൽ ഇവിടെ രീതിയിലുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയോ ഇവള് തെറി വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചോട്ട്. പക്ഷേ പ്രധാനമന്ത്രിയെ തെറി വിളിച്ചാൽ അതിനകത്ത് നിയമ നടപടി ഉണ്ടാവണം. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹീറോയിസമാക്കി മാറ്റിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതായത് സാറ് പറഞ്ഞാലും ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മയൊക്കെ പറയുക, എൻ്റെ കയ്യിൽ ഒരു തോക്ക് കിട്ടിയാൽ പിന്നെ അവൾ വന്ന് പിറ്റേന്ന് കരഞ്ഞു മെഴുകുന്നുണ്ട് ആരാണ്ട് പറഞ്ഞപ്പോൾ. അപ്പം നമ്മൾ പറയത്തില്ലേ, പണ്ട് മദനി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു, അവൻ്റെ പ്രസംഗം കേട്ടാണ് പല ഭീകരരെയും പിടിച്ചപ്പോൾ ഞങ്ങൾ ഭീകരവാദികളായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇവിടുത്തെ 5 വയസ്സുള്ള കുഞ്ഞുങ്ങളും ഇതുപോലുള്ള പെണ്ണുങ്ങളും അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരും മറ്റു പലരും ഒക്കെ ഹീറോ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കണം. ഹീറോ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നരേന്ദ്രമോദി കൊല്ലുമെന്ന് പറയണം. അപ്പം ഈ ഒരു ട്രെൻഡിലേക്ക് കൊണ്ടുവന്നാൽ, ഏതാണ്ട് ഈ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ അതിനകത്തും ഒരു ടെക്നിക്കലി ഒരു സാധനമുണ്ട്. നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് പറയുന്നതും അല്ലെങ്കിൽ അതൊരു ഹീറോയിസമായിട്ട് ഏറ്റെടുത്ത് അങ്ങനത്തെ ഉള്ള ആൾക്കാർ വർദ്ധിച്ചു വരുന്ന രീതിയിലേക്ക് വരും. ആ മാനസികാവസ്ഥയുള്ളവർ ആ രീതിയിലേക്ക് വരും. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ
ഇതിന്റെ കെയർ ഓഫിലാണല്ലോ ഇവിടെ BJP എന്ന് പറഞ്ഞ കുറേ എണ്ണം നിൽക്കുന്നത്. ആ 10 പേര് യുവമോർച്ച ഉണ്ടെന്ന് പറയുന്നു, മഹിളാ മോർച്ച ഉണ്ടെന്ന് പറയും. മഹിളാ മോർച്ചയ്ക്ക് അങ്ങോട്ട് കയറി ചെന്ന് ഇവിടെ വേലാങ്ങയാണെങ്കിൽ ഇവിടെ വായിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇവിടെ ചെള്ളയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തായിരുന്നെങ്കിൽ ഇത് വരത്തില്ലല്ലോ. ഏതായാലും ഇവക്കെതിരെ കേസ് കൊടുക്കുമോ കൊടുക്കത്തില്ലയോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. സ്വമേധയാ കേസ് വേണമെങ്കിലും എടുക്കാം. അതേ രീതിയിലേക്കുള്ള ചീത്തവിളിയും കാര്യങ്ങളും ഒക്കെയാണ്. ഇവളെ പരിശോധിച്ചാൽ ഇവളുടെ പേരിൽ ഇതുപോലെ പല കേസുകളും ഉണ്ട്. ഇവളുടെ നിരന്തരം പണി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചീത്ത വിളിച്ച് കാശുണ്ടാക്കുക. വേറെത്തനുണ്ടായിരുന്നു ഇന്നാൾ ഈ ഫിലോ രമേശൻ എന്ന് പറഞ്ഞൊരു, നമ്മൾ കണ്ടിട്ടില്ലയോ, സ്വാമിമാരുടെ വേഷം കെട്ടിയിട്ട് ഹിന്ദുക്കളെ മൊത്തം ചീത്ത വിളിക്കാൻ വേണ്ടി വരും. അവനെ പരിശോധിച്ചപ്പോൾ ഇവൻ്റെ പണി ഇതാ. ഇവൻ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ മറ്റവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചുകൊണ്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവനൊരു സാമിയല്ല. അവനെ ഇപ്പം ഇടയ്ക്ക് അറസ്റ്റ് ചെയ്തു. അപ്പം ഇവളെ ഇതിനകത്ത് ജാൻമണിയെക്കാട്ടിലും അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ഈ രഞ്ജിനി ഹരിദാസിനെക്കാട്ടിലും ഒക്കെ പക്ക ഒരു ക്രിമിനലാണ് ഈ ഷബീന ബീബി എന്ന് പറഞ്ഞത്. അവളൊക്കെ ജയില് അകത്ത് തന്നെ കിടക്കണം. കാരണം ഇവിടെയൊക്കെ ഒരു വീഡിയോ അറിഞ്ഞോ അറിയാതെ കുഞ്ഞുങ്ങൾ പോലും കണ്ടാൽ ഇതേ രീതിയിലേക്ക് മാതൃകാപരമായാൽ എന്ത് ചെയ്യണം? സമൂഹത്തിന് വേണ്ടാത്തവളകൾ, മനസ്സിലായില്ലേ? ഇവളെയൊക്കെ അതേ രീതിയിൽ നിയമപരമായിട്ട് അല്ലെങ്കിൽ കേസുകളെടുത്ത് ജയിലിനുള്ളിൽ അടച്ച് നാടിന് രക്ഷ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകണം. ആ രീതിയിലേക്കുള്ള സംവിധാനം ഉണ്ടാകണം. ഈ നരേന്ദ്രമോദിയെ ഇനിയും ചീത്ത വിളിക്കുന്നത് ഇവിടുത്തെ BJP, ആദ്യം പറയുന്നത് ഇവിടുത്തെ BJPക്കാരൻ്റെ കുഴപ്പം തന്നെയാണ്. അവൻ വൃത്തിയായിട്ട് നിന്നാൽ ഒരു ചീത്ത വിളിക്ക് ഒരു വാർത്ത കൃത്യമായിട്ട് വരുത്താനുള്ള തൻ്റെ ഈ പാർട്ടിക്കാരനുണ്ടെങ്കിൽ പിന്നെ ചീത്ത വിളിക്കുന്നവന് 1 അല്ല 9 വട്ടം ആലോചിച്ചിട്ട് വിളിക്കത്തുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.